കണ്ണൂർ കുടുംബശ്രീ മിഷൻ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ സുസ്ഥിര വരുമാന മാർഗം ലക്ഷ്യമാക്കി സമഗ്ര ആടുഗ്രാമം പദ്ധതി 2008-2009 വർഷം മുതൽ നടപ്പിലാക്കി വരുന്നു. കണ്ണൂർ ജില്ലയിലെ 66 ഗ്രാമപഞ്ചായത്തുകളിലായി 963 സ്ത്രീ സ്വയം സഹായ സംഘങ്ങളിലൂടെയാണ് ഈ പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. ജില്ലയിലെ ഏകദേശം 4800ഓളം സ്ത്രീകൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. പദ്ധതി പ്രകാരം നല്ല ഇനം ആടുകളെ കർഷകർക്കിടയിൽ ലഭ്യമാക്കുകയും ഇടനിലക്കാരെ ഒഴിവാക്കി ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിനായി ആടുചന്തകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. കർഷകർക്ക് മെച്ചപ്പെട്ട സേവനങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നു. കണ്ണൂർ ഗോഡ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിക്ക് രൂപം നൽകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചു. സഹകരണ സ്വഭാവമുള്ള കേരളത്തിലെ ആദ്യത്തെ വനിതാ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത്. കണ്ണൂർ കുടുംബശ്രീ മിഷന്റെ ആടുഗ്രാമം പദ്ധതിയിലെ 400ഓളം വരുന്ന വനിതാ കർഷകരാണ് ഈ കമ്പനിയുടെ ഓഹരി ഉടമകൾ. കേരള വെറ്റിനറി സർവകലാശാല കുടുംബശ്രീ മിഷനുമായി ചേർന്ന് കണ്ണൂർ ജില്ലയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കിടയിൽ സംരംഭകത്വ വികസനം, സ്വയം പര്യാപ്തത എന്നിവ ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. മലബാറി ആടുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പ്രജനന യൂണിറ്റുകൾ പ്രൊഡക്ഷൻ കമ്പനിയുടെ കീഴിൽ ആരംഭിക്കുകയായിരുന്നു നടപടി. ഇതിനായി 20 കർഷകരെ തെരഞ്ഞെടുക്കുകയും മലബാറി ആടുകളുടെ പ്രജനനം, പരിപാലനം, തീറ്റക്രമം, രോഗങ്ങൾ എന്നീ വിഷയങ്ങളിൽ പരിശീലന പരിപാടികൾ സർവകലാശാലയിൽ വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. ആടുവളർത്തൽ മേഖലയിൽ സംരംഭകത്തിനും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സംരംഭക വിഭാഗം കണ്ണൂർ ഗോഡ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുമായി ചേർന്ന് കൃത്യത കൃഷി ആടുവളർത്തൽ മേഖലയെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള പദ്ധതിക്ക് രൂപീകരണം നൽകിക്കഴിഞ്ഞു. ഇതിൽ കൃത്യമായി ആടുകളെ നല്ല രീതിയിൽ വിപണനം ചെയ്യുകയും നല്ല രീതിയിൽ ആരോഗ്യമുള്ള മലബാറി ആടുകളെ വളർത്തുകയും അവയുടെ ആരോഗ്യം, വളർച്ച, വിപണനം എന്നിവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ഈ കമ്പനിയുടെ ഏകദേശം ഒരു 20 പ്രവർത്തകരെ കണ്ടെത്തുകയും അവരെ ഒരു ബ്രീഡർ എന്നുള്ള തലത്തിലേക്ക് ഉയർത്താൻ വേണ്ട സാങ്കേതിക സഹായമാണ് ആദ്യം യൂണിവേഴ്സിറ്റി ഈ പദ്ധതിയിൽ ലക്ഷ്യമിട്ടത്. ഇതിനായി 4 പരിശീലന പരിപാടികൾ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുകയും അതിൽ 2 മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വെച്ചും 2 കണ്ണൂരിൽ വെച്ചുമാണ് നടന്നത്. ഈ പരിശീലന പദ്ധതികൾ പ്രധാനമായും കൃത്യമായിട്ടുള്ള തീറ്റ, കൃത്യമായിട്ടുള്ള പരിചരണം, കൃത്യമായിട്ടുള്ള പ്രത്യുൽപാദനം, നല്ല ഇനം ബ്രീഡുകളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, വിപണനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പരിചരണ രീതിയും ആണ് മുഖ്യമായും ഈ പരിശീലനത്തിലൂടെ കർഷകർക്ക് നൽകുവാൻ കഴിഞ്ഞത്. കൂടാതെ തന്നെ രോഗങ്ങൾ വരാതിരിക്കുവാനും ഇൻഷുറൻസ് പോലെയുള്ള പ്രാഥമികമായും കർഷകർ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ക്ലാസുകൾ, ചർച്ചകളും നടത്തുകയുണ്ടായി. രോഗം വരാനുള്ള സാധ്യത കൂടിൻ്റെ നിർമ്മാണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. കൂട് ഹൈറ്റുള്ളതും വായു സഞ്ചാരമുള്ളതും സൂര്യപ്രകാശം അടിക്കുന്നതുമായ രീതിയിൽ ചെയ്യാനാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതനുസരിച്ച് ചെയ്യുമ്പോൾ ഒരാടിനെ പോലും ഒരു ഡോക്ടർ സമീപത്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യം നമുക്കിപ്പോൾ വരുന്നില്ല. ആദായകരമാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോജനി ടെസ്റ്റിംഗ് സ്കീമായി ബന്ധപ്പെടുത്തി മലബാറി ഇനം ആടുകളുടെ പ്രജനനത്തിനും അതിൻ്റെ പരിചരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് 20 മലബാറി ആടുകളെ, മുട്ടനാടുകളെ ഈ ബ്രീഡർ ഗ്രൂപ്പിന് നൽകുകയുണ്ടായി. ഇവർ പ്രത്യേകിച്ച് പരിചരണം നൽകുകയും ഇതിലുണ്ടാവുന്ന കുട്ടികളെ മറ്റുള്ള ഗ്രൂപ്പിലുള്ള മറ്റുള്ള കർഷകർക്ക് നൽകുകയും അങ്ങനെ ആ മൊത്തം പ്രദേശത്തെ മലബാറി ഇനം ആടുകളാക്കി തന്നെ നല്ല ഇനം ആടുകളെ ആ ഭാഗത്തു നിന്ന് ലഭ്യമാക്കുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. മണ്ണുത്തി വെറ്റിനറി കോളേജിൻ്റെ കീഴിൽ ബ്രീഡിംഗ് യൂണിറ്റ് തുടങ്ങുവാൻ വേണ്ടി ട്രെയിനിങ് തരികയും അത് പഠിച്ചതിന് ശേഷം മണ്ണുത്തിയിൽ നിന്നും ഒരു ബക്കിനെ നമുക്ക് ഫ്രീ ആയിട്ട് തരികയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും പറ്റി. ഇപ്പോൾ ബ്രീഡിങ് നടത്തി ഈ യൂണിറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനും പറ്റുന്നു. വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയത് മുതൽ ബ്രീഡിങ് നല്ല രീതിയിൽ, നല്ല ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്.
അപ്പം രോഗങ്ങളും അതിൽ നിന്ന് തന്നെ ആടുകൾക്ക് കുറേ രോഗങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ നിരന്തരം അവർക്ക് ഈ ഗർഭിണികൾ അബോർഷൻസ് ആകുന്ന ഇതുണ്ടായിരുന്നു. ആടുകൾ മാസം തികയാതെ പ്രസവിച്ച് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പുതിയ ബ്രീഡിങ് തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സർവകലാശാലയുടെ പ്രോജനി ടെസ്റ്റിംഗ് സ്കീം പ്രകാരം 20 മികച്ച മലബാറി ഇനം മുട്ടനാടുകളെ ബ്രീഡർമാർക്കിടയിൽ വിതരണം ചെയ്തു. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഉയർന്ന പ്രത്യുൽപാദന ശേഷി ലക്ഷ്യമാക്കി ബ്രീഡിംഗ് യൂണിറ്റുകളിൽ പരാതരോഗ നിർണയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രോഗനിയന്ത്രണത്തിനായി വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഗ്രാമതലത്തിൽ ക്ലസ്റ്റർ ലീഡർമാർക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പുകളും സ്വയം സഹായ സംഘടനകളിലെ വെറ്ററിനറി എക്സ്റ്റൻഷൻ ടീം അംഗങ്ങൾക്കായി രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും മികച്ച പരിപാലന രീതികളെ സംബന്ധിച്ചും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു. പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വന്ന് ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഒരാൾ ആണ് ഞാൻ. ഇപ്പോൾ ആട് ചന്തകൾ നടത്തുന്നതിനെക്കുറിച്ചും കമ്പനി വിപുലീകരിച്ച് ഏത് രീതിയിൽ നല്ല രീതിയിൽ പോകണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴാണ് ഞങ്ങൾ പഠിച്ചു വരുന്നതും അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻസ്, കാൽസ്യം ഇവ കുറവുള്ള ആടുകളെ നമുക്ക് മനസ്സിലാകും. നമ്മൾ കർഷകർക്ക് അവരുടെ ക്ലസ്റ്റർ മീറ്റിംഗ് വിളിച്ചിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് അതിനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഗ്രാമതലത്തിൽ പ്രവർത്തനം നടത്തുന്ന ക്ലസ്റ്റർ ലീഡർമാർക്കിടയിൽ നടത്തിയ നേതൃത്വ കമ്മ്യൂണിക്കേഷൻ പരിശീലനങ്ങൾ അവർക്ക് അവരുടെ റോള്, അതായത് അവർക്ക് ഈ ഗ്രാമതലത്തിൽ ആട് കർഷകരുടെ പുരോഗമനത്തിന് എന്തൊക്കെ ചെയ്യാനാവും, എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു രൂപം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ തുടർന്നു വരുന്ന മീറ്റിങ്ങുകളിലെല്ലാം തന്നെ വേണ്ട ചർച്ചകൾ, അതായത് ആരോഗ്യമായി ബന്ധപ്പെട്ട് വിപണനവുമായി ബന്ധപ്പെട്ട് എല്ലാമുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കലും കൃത്യമായ ചർച്ചകൾ നടത്തുകയും വേണ്ട പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. അതുപോലെ ഈ ഗ്രൂപ്പുകളുടെ ക്ലസ്റ്റർ ഗ്രൂപ്പുകളുടെ ഒരു സംഘം ചേർന്നുള്ള വിപണനത്തിനും അതുപോലെ ആ ഒരു കൂട്ടായ്മയ്ക്കും വേണ്ടിയുള്ള പ്രാഥമിക പരിശീലന പദ്ധതികൾ, അതായത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ ഒരു ക്ലസ്റ്ററിൻ്റെ കെട്ടുറപ്പ്, ടീം ബിൽഡിംഗ്, അവരെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിപണനം, കമ്പനിയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാഥമികമായിട്ടുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റി ഈ കണ്ണൂർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന പദ്ധതി കണ്ണൂർ ഗോഡ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിലൂടെ ഒന്ന് ലക്ഷ്യമിടുന്നത് നല്ല ഇനം മലബാറി ആടുകളെ കൃത്യമായിട്ടുള്ള വിപണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ്, ഇന്ന സമയത്തിന് ഇത്ര ആടുകൾ വിൽക്കാനായിട്ട് സജ്ജരാണ് എന്നുള്ള കൃത്യമായ കണക്കുകൾ, അതുപോലെ തന്നെ നല്ല ഇനം ആടുകൾ കൃത്യമായിട്ടുള്ള തൂക്കത്തിലാണോ വരുന്നത്, തൂക്കത്തിലാണോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള പഠനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൃഗസംരക്ഷണ മേഖല ഇന്ന് വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംഘം ചേർന്നുള്ള ഒരു കൃഷിക്ക് പ്രസക്തി ഏറെയുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള വിപണനം സംഘം ചേർന്ന് വേണമെന്നില്ല. ഈ ഒരു നല്ല രീതിയിലുള്ള കൃഷി രീതി എങ്ങനെയാണ് അവലംബിക്കേണ്ടത്, അതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളതെല്ലാം തന്നെ ഒരു സംഘ കൃഷിയിലൂടെ കർഷകന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംഘകൃഷിയിലാകുമ്പോൾ ഒരു മുഖ്യമായും ഉള്ള പ്രശ്നങ്ങൾ, ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു സമഗ്രമായി വിശകലനം ചെയ്യാനും ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ഗവേഷണത്തിലൂടെ നൽകുവാനും സാധിക്കും.